Dear students, welcome to International Business. We are discussing about international trade theories. Today in this class, we are going to discuss about the theory of comparative advantage. So the theory of comparative advantage was developed by Ricardo, and he used his theory to extending the theory of absolute advantage to one step further. അപ്പം മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്നുള്ള തിയറിയുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് റിക്കോർഡോ അദ്ദേഹം 1817 പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറയുന്ന ലോകപ്രശസ്തമായ ബുക്ക് അദ്ദേഹം അവതരിപ്പിച്ചൊരു തിയറിയാണ്. സോ ഈ തിയറിയുടെ പ്രത്യേകത, വാട്ട് വിൽ ഹാപ്പൻ വെൻ വൺ കൺട്രി ഹാസ് ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഓൾ ഗുഡ്സ്. ഇപ്പോൾ രണ്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, രണ്ടിലും അവർക്ക് മറ്റു രാജ്യത്തേക്കാൾ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് രണ്ട് രാജ്യങ്ങൾ, ആ രണ്ട് രാജ്യങ്ങളിൽ ഒരു രാജ്യത്തിന് രണ്ട് ഉൽപ്പന്നത്തിലും മറ്റേ രാജ്യത്തേക്കാൾ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്, അവർ മേൽക്കൈ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വൺ കൺട്രി ഹാവ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ ബോത്ത് ദ ഏരിയാസ്, അല്ലെ ഓൾ ദ ഗുഡ്സ്. അപ്പോൾ ആ റെക്കോർഡോ ഡെവലപ്പ് ചെയ്ത തിയറിയാണ് തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. അതാണ് തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പോൾ തിയറിയുടെ എസെൻസ് എന്ന് പറയുന്നത്, ഇറ്റ് മേക്സ് സെൻസ് ഫോർ എ കൺട്രി ടു സ്പെഷ്യലൈസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദോസ് ഗുഡ്സ് ദാറ്റ് ഇറ്റ് പ്രൊഡ്യൂസസ് മോസ്റ്റ് എഫിഷ്യൻ്റ്ലി ആൻഡ് ടു ബൈ ദാറ്റ് ഇഫ് ഇറ്റ് പ്രൊഡ്യൂസസ് ലെസ് എഫിഷ്യൻ്റ്ലി ഫ്രം അതർ കൺട്രീസ്. അപ്പോൾ ശ്രദ്ധിക്കുക, മോസ്റ്റ് എഫിഷ്യൻ്റ്ലി ലെസ് എഫിഷ്യൻ്റ്ലി. അപ്പം ദ ഗുഡ്സ് ദാറ്റ് ഇറ്റ് പ്രൊഡ്യൂസസ് മോസ്റ്റ് എഫിഷ്യൻ്റ്ലി ആൻഡ് ബൈ ദാറ്റ് ഇറ്റ് പ്രൊഡ്യൂസസ് ലെസ് എഫിഷ്യൻ്റ്ലി ഫ്രം അതർ കൺട്രീസ്. അപ്പം പിന്നെ രണ്ട് ഗുഡ്സും എഫിഷ്യൻ്റ് ആണ്, പക്ഷെ ഒന്ന് മോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്, ഒന്ന് ലെസ് എഫിഷ്യൻ്റ് ആണ്. ഈവൻ ഇഫ് ദിസ് മീൻസ് ബൈയിങ് ഗുഡ്സ് ഫ്രം അതർ കൺട്രീസ് ദാറ്റ് ഇറ്റ് വുഡ് പ്രൊഡ്യൂസ് മോർ എഫിഷ്യൻ്റ്ലി ഇറ്റ് സെൽഫ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അവർക്ക് കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവും, കൂടുതൽ ബെറ്റർ, അതായത് എക്കണോമിക്കലി കൂടുതൽ പിന്നെ നേട്ടമുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് എത്രയേ ഉള്ളൂ, വളരെ പ്രധാനം. മോസ്റ്റ് എഫിഷ്യൻ്റ്ലിയും എന്താണ്, ലെസ് എഫിഷ്യൻ്റ്ലിയും ഉണ്ട്. അപ്പോൾ മോസ്റ്റ് എഫിഷ്യൻ്റ്ലി പരമാവധി ചെയ്യുക, ലെസ് എഫിഷ്യൻ്റ്ലി എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സാമ്പിളിലേക്ക് പോകാം. പ്രൊഡക്ഷൻ ഓഫ് വൈൻ ആൻഡ് ക്ലോത്ത് ബൈ ഇംഗ്ലണ്ട് ആൻഡ് പോർച്ചുഗൽ. England requires 100 labor to make cloth for 1 year. If it attempts to make wine, it requires 120 men for the same time. അപ്പോൾ 100 പിന്നെ ലേബേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അത് ഒരു എക്സാമ്പിളാണ്. പിന്നെ 100 ലേബേഴ്സ് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി. എന്നാൽ അതേ സമയത്ത് വൈൻ ഉൽപ്പാദിപ്പിക്കാൻ ഇവർക്ക് 120 വേണം. അപ്പോൾ അവരെന്താണ്, ഏതിലാണ് അവർ മോർ എഫിഷ്യൻറ്റ്? ക്ലോത്തിലാണ് അവർ മോർ എഫിഷ്യൻറ്റ്. ഈ ലെസ് എഫിഷ്യൻറ്റ് ഏതിലാണ്? പിന്നെ വൈനിലാണ്. വൈൻ ഇൻഡസ്ട്രിയിൽ അവർ ലെസ് എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ എന്നാൽ പിന്നെ പോർച്ചുഗൽ അവർ ഫോർ മേക്കിംഗ് വൈൻ ദേ റിക്വയർ 80 ലേബർ ഫോർ 1 year ആൻഡ് പ്രൊഡ്യൂസ് ക്ലോത്ത് ഇറ്റ് റിക്വയർ 90 men ഫോർ 1 year. ഇറ്റ് വുഡ് ബി അഡ്വാൻറ്റേജസ് ടു എക്സ്പോർട്ട് വൈൻ ഇൻ എക്സ്ചേഞ്ച് ഓഫ് ക്ലോത്ത്. അപ്പോൾ ഇവിടെ രണ്ട് രാജ്യങ്ങൾ കമ്പയർ ചെയ്യുമ്പം അവർ, ഒരു രാജ്യം എന്താണ്, ക്ലോത്തിന് സുപ്പീരിയർ ആണ്, മറ്റൊരു രാജ്യം എന്താണ്, വൈനിന് സുപ്പീരിയർ ആണ്. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ, ദിസ് എക്സ്ചേഞ്ച് മൈറ്റ് ഈവൻ ടേക്ക് പ്ലേസ് നോട്ട് വിസ്റ്റാൻഡിങ് ദാറ്റ് ദ കമ്മോഡിറ്റി ഇമ്പോർട്ടഡ് ബൈ പോർച്ചുഗൽ കുഡ് ബി പ്രൊഡ്യൂസ്ഡ് ദർ വിത്ത് ലെസ് ലേബർ ദാൻ ഇംഗ്ലണ്ട്. അപ്പോൾ 90 വർക്കേഴ്സിനെ ഉപയോഗിച്ച് ചെയ്യാവുന്ന പിന്നെ എന്താ പറയുക, പിന്നെ ക്ലോത്ത് പ്രൊഡക്ഷൻ പോർച്ചുഗലിൽ 90 ആളെ വെച്ച് ചെയ്യാം. എന്നാൽ അവിടെ അത് 100 ആളാണ്. ഇപ്പം ഇംഗ്ലണ്ടിൽ അത് 100 ആൾ ചെയ്യുന്ന വർക്കാണ്. പോർച്ചുഗലിൽ അത് എത്ര ആൾക്കാർക്ക് ചെയ്യാം? 90 ആൾക്കാർക്ക് ചെയ്യാം. അപ്പോൾ ഇറ്റ് വുഡ് ബി അഡ്വാൻറ്റേജസ് ടു പോർച്ചുഗൽ ടു യൂസ് ഇറ്റ്സ് ക്യാപിറ്റൽ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് വൈൻ ഫോർ വിച്ച് ഇറ്റ് ക്യാൻ ഒബ്റ്റെയിൻ മോർ ക്ലോത്ത് ഫ്രം ഇംഗ്ലണ്ട്. അപ്പോൾ അവർ 90 ആൾക്ക് ചെയ്യാവുന്ന പണി ബ്രിട്ടൻ 100 ആൾക്കാണ് ചെയ്യുന്നത്. പക്ഷേ അവർ 100 ആളുടേത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ട് അതിനും കൂടി കൂടുതൽ വൈൻ അവർ എങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു? ഇംഗ്ലണ്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡ്രസ്സ് ഉണ്ടാക്കാനായിട്ട്
പോർച്ചുഗലിന് 90 മാൻ പവറാണ് വേണ്ടത്, എന്നാൽ ബ്രിട്ടന് 100 മാൻ പവറാണ് വേണ്ടത്. അപ്പം 90 മാൻ പവറിന് പോർച്ചുഗലിന് ഉണ്ടാക്കാവുന്ന സാധനം 100 മാൻ പവറിന് ഇംഗ്ലണ്ട് ഉണ്ടാക്കുന്നത് പോർച്ചുഗൽ വാങ്ങുന്നു. എന്താ കാരണം? ദേ ക്യാൻ ഫോക്കസ് ഇൻ ദെയർ കോർ ഏരിയ, യൂസ് ഇറ്റ്സ് ക്യാപിറ്റൽ ഇൻ പ്രൊഡക്ഷൻ ഓഫ് വൈൻ, ഫോർ വിച്ച് ഇറ്റ് ക്യാൻ ഒബ്റ്റെയിൻ മോർ ക്ലോത്ത് ഫ്രം ഇംഗ്ലണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം അവർ കയറ്റി അയക്കുന്നത് കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ എഫിഷ്യൻസിയിൽ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെ നിന്ന് കൂടുതൽ ഐറ്റംസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം റിക്കാർഡോ പറയുന്നത് ഇതൊരു പോസിറ്റീവ് ഗെയിമാണ്. ഇതൊരു പോസിറ്റീവ് ഗെയിമാണ്. ഹൗ എ കൺട്രി അറ്റ് ആൻ അപ്പാരൻറ്റ് ഡിസഡ്വാൻറ്റേജ് റിലേറ്റീവ് ടു അതർ കൺട്രീസ് കുഡ് എൻഗേജ് ഇൻ ഫോറിൻ ട്രേഡ് ആൻഡ് ബോത്ത് ദ കൺട്രീസ് ക്യാൻ ഗെയിൻ. ഇവിടെ പറയുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പം എന്താ സംഭവിക്കുന്നത്? ബോത്ത് ദ കൺട്രീസ് ആർ ഗെയിനിങ്. ബോത്ത് ദ കൺട്രീസ് ആർ ഗെയിനിങ്. അപ്പം ട്രേഡ് എന്ന് പറയുന്നൊരു പോസിറ്റീവ് ഗെയിമാണ്. നമ്മൾ മെർക്കന്റലിസ്റ്റിൽ പറയുന്ന ട്രേഡ് എന്ന് പറയുന്നൊരു സീറോ സം ഗെയിമാണ്. ബട്ട് അത് കഴിഞ്ഞ് വരുന്ന രണ്ട് തിയറിയിലും പറയുന്നത് എന്താണ്? ട്രേഡ് എന്ന് പറയുന്നൊരു പോസിറ്റീവ് ഗെയിമാണ്. അപ്പോൾ നമുക്ക് റിലേറ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉള്ള ഏരിയകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. അപ്പം ദ തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ലുക്സ് അറ്റ് അബ്സല്യൂട്ട് പ്രൊഡക്ടിവിറ്റി. എന്താണ് അബ്സല്യൂട്ട് പ്രൊഡക്ടിവിറ്റി ഡിഫറൻസസ്, വൈൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ലുക്സ് റിലേറ്റീവ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണ്? റിലേറ്റീവ് പ്രൊഡക്ടിവിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പേ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് അബ്സല്യൂട്ട് പ്രൊഡക്ടിവിറ്റി ആണെങ്കിൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിൽ വി ആർ ഫോക്കസിങ് ഓൺ ദ റിലേറ്റീവ് പ്രൊഡക്ടിവിറ്റി ഡിഫറൻസസ്. From the distinction occurs because comparative advantage theory incorporate the concept of opportunity cost in determining goods a country should produce. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ തിങ് ദാറ്റ് ഈസ് ഗിവൺ അപ്പ് ടു ഗെറ്റ് ദ പ്രോഡക്റ്റ്. അപ്പോൾ അവർ എന്തു ഗിവൺ അപ്പ് ചെയ്തു, എന്തു ഉപേക്ഷിച്ചു ചെയ്തു. അപ്പം ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ വാല്യൂ ഓഫ് ദ തിങ് ദാറ്റ് ഈസ് ഗിവൺ അപ്പ് ടു ഗെറ്റ് ദ പ്രോഡക്റ്റ്. അപ്പോൾ അവർ ഈ പറയുന്ന ഇത് വൈൻ ടെക്സ്റ്റൈൽസ് ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം അത് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവർ അത്രയും മാൻ പവറിനെ സേവ് ചെയ്തു. അതിൻ്റെത് കൂടി കണക്കാക്കുമ്പോഴും നമുക്കത് കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും. ദ ബേസിക് മെസ്സേജ് ഓഫ് ദിസ് തിയറി ഈസ് ദ പൊട്ടൻഷ്യൽ വേൾഡ് പ്രൊഡക്ഷൻ is greater with unrestricted free trade than it is with a restricted trade. ഇപ്പോൾ all over the world, as all of you know, due to WTO as well as other trade agreements, there is greater international trade, freer trade. അപ്പോൾ എന്താ സംഭവിക്കുക? The potential world production is greater. അപ്പോൾ consumers in all nations can consume more. എന്താ കാരണം? Cost will be low if there is no restriction. Trade is a positive sum game, so the Ricardo and his followers support free trade. അപ്പം ഈ തിയറികൾക്കെല്ലാം ചില അസംഷൻസ് ഉണ്ട്. നമ്മൾ പഠിച്ച രണ്ട് തിയറികൾ എന്തൊക്കെയാണ്? കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയും 1880-കളിൽ ഉണ്ടാക്കിയതാണ്. അന്ന് ലോകത്തെ വ്യാവസായിക അവസ്ഥ വെച്ചിട്ട് അന്നത്തെ സിറ്റുവേഷനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ തിയറിയാണ്. അതിൽ നിന്ന് പല തിയറീസും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. But these theories are based on some assumptions. First one, it is assumed that a simple world in which there are only two countries and two goods. ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് രാജ്യങ്ങൾ, രണ്ട് ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ഒരു തിയറിയിൽ അധിഷ്ഠിതമാണ് ഇത്. എന്നാൽ ഇന്ന് റിയൽ വേൾഡിൽ അതല്ല അവസ്ഥ. 100 കണക്കിന് രാജ്യങ്ങൾ, 1000 പ്രോഡക്ട്സ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ബ്രിട്ടനും പോർച്ചുഗലും തമ്മിൽ കമ്പയർ ചെയ്യുന്ന രണ്ട് ഉൽപ്പന്നങ്ങളെ മാത്രമാണ്. If the number of items increase, this theory is not possible. It is assumed that the countries are driven only by maximization of production and consumption. അപ്പം രാജ്യങ്ങളെല്ലാം അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുക, പരമാവധി കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ, ദാറ്റ് ഈസ് ദ ബേസിക് തിയറി എന്നാണ് പറയുന്നത്. എന്നാൽ അതല്ല റിയാലിറ്റി. ദർ ആർ സോ മെനി അതർ ഇൻട്രസ്റ്റ് ആൾസോ. It is assumed that there is no transportation cost for shipping goods. അപ്പോൾ നമ്മൾ സാധനങ്ങളുടെ വില പറയുമ്പം നമ്മൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല? വി ആർ നോട്ട് അറ്റ് ഓൾ ടോക്കിംഗ് അബൌട്ട് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പം ബ്രിട്ടനിൽ നിന്ന് പോർച്ചുഗലിലേക്ക് ഇത് എത്തിക്കാനുള്ള ചിലവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നേ ഇല്ല. അപ്പോൾ അത് എത്തിക്കുന്ന ചിലവ് കണക്ക് കൂട്ടുമ്പോൾ ചിലപ്പം ഇവിടെ ഉണ്ടാക്കുന്നതായിരിക്കും എന്ത് ലാഭം.
So we are not considering the cost of transport. But now cost of transportation is a major factor. You have to consider cost of transportation while calculating the price. These two theories consider labor as only factor of production that helps to convert a raw material to finished goods. അപ്പോൾ അന്ന് നമുക്കറിയാം ലേബർ ഓറിയൻറ്റഡ് കാലമാണ്. അപ്പോൾ ലേബറാണ് എല്ലാം. എന്നാൽ ഇന്ന് നമ്മളൊരു മെക്കനൈസ്ഡ് വേൾഡിലേക്ക് മാറി. യു കനോട്ട് കമ്പയർ എന്താ പറയുക ദ വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ദ ലേബർ വർക്ക് ഫോഴ്സ് ഓഫ് വൺ കൺട്രി ടു അനദർ കൺട്രി. ഇറ്റ് വിൽ ചേഞ്ച് ബിക്കോസ് ഓഫ് ദ ഓട്ടോമേഷൻ പ്രോസസ്സ്. അപ്പം ഓരോ ഡെവലപ്ഡ് രാജ്യങ്ങളിലെല്ലാം അവിടെ മാൻ പവർ ചെയ്യേണ്ട പല പണിയും മെഷീൻസാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സിസ്റ്റം മാറി. അപ്പോൾ ഈ തിയറികൾ ഡെവലപ്പ് ചെയ്തപ്പം ദ തിയറീസ് ആർ ബേസ്ഡ് ഓൺ ലേബർ ഓറിയൻറ്റഡ് എക്കണോമിക് കൺസെപ്റ്റ്. നൗ ഇറ്റ് ഈസ് നോട്ട് ദ റിയാലിറ്റി. It is assumed that specialization in production of one particular good does not result in increased efficiency. അപ്പം നമ്മൾ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്താൽ കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവും എന്നുള്ള കൺസെപ്റ്റ് ഇവർ കൺസിഡർ ചെയ്യുന്നില്ല. എന്താണ് സ്പെഷ്യലൈസേഷൻ ഇൻ പ്രൊഡക്ഷൻ ഓഫ് വൺ പർട്ടിക്കുലർ ഗുഡ് ഡസ് നോട്ട് റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. വി ഹാവ് അസ്യൂംഡ് എ വേ ദ ഡിഫറൻസസ് ഇൻ ദ പ്രൈസസ് ഓഫ് റിസോഴ്സസ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. ഇതിൻ്റെ വില ഓരോ ഉൽപ്പന്നത്തിൻ്റെയും ആക്ച്വൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ തിയറീസൊക്കെ 1800-കളിലൊക്കെ അന്ന് ലോക രാജ്യങ്ങളെ വളരെയധികം സ്വാധീനിച്ച, ട്രേഡിനെ സ്വാധീനിച്ച തിയറീസാണ്. But due to the passage of time, due to the technological innovation, due to the global changing scenario, all these theories are changed. Now we are following very recent theories. So the coming class we will discuss the other theories. Thank you.